പ്പെടുത്തിയത്. ഇനി നിങ്ങൾ നോക്ക്, ജൂത ക്രിസ്ത്യാനികളെ മാർഗം നമ്മൾ പിൻപറ്റുന്നു എന്നതിന് ചെറിയ ചെറിയ ഉദാഹരണം നിങ്ങൾ ഗൾഫ് ജീവിതത്തിൽ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ മാത്രമല്ല, നാട്ടിലുണ്ട്. നമ്മൾ ജനുവരി വന്നാൽ ഡിസംബർ തന്നെ നമ്മൾ ന്യൂ ഇയർ കാർഡ് വാങ്ങും, അല്ലേ? എന്നിട്ട് എന്താ, ഹാപ്പി ന്യൂ ഇയർ ഫ്രം സൗദ. ആർക്ക്? അതുപോലെ വേറൊരു മുസ്ലിം പെണ്ണിന് ജമീലാക്ക്, അല്ലേ? അല്ലെ ഫ്രം അബൂബക്കർ ടു അബ്ദുള്ള. ഹാപ്പി ന്യൂ ഇയർ, സന്തോഷകരമായ പുതുവർഷം. ആർക്ക്? അച്ചായന്റെ വർഷം. അത് ഹിജറ വർഷമല്ലത്. ഇനി ഹിജറ വർഷം തന്നെയൊക്കെ ദുൽഹജ്ജ് കഴിഞ്ഞിട്ട് മുഹറം പറക്കുമ്പോ അള്ളാന്റെ റസൂൽ ഇങ്ങനെ എല്ലാരെയും കണ്ടാല് ഇങ്ങനെ കൊല്ലാമി വാന്തും ബിഖൈർ എന്ന് പറഞ്ഞീനോ? പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ ഹാപ്പി ന്യൂ ഇയർ കാർഡുകൾ അയക്കല്, ഹാപ്പി ക്രിസ്മസ് കാർഡുകൾ അയക്കല്, ഇതെല്ലാം ക്രിസ്ത്യാനിയും ജൂതനും തുടങ്ങിയതാണ്. അത് നമ്മുടെ ആളുകളും ഏറ്റെടുത്തുകൊണ്ട് അത് കടകളുടെ മുമ്പിലൊക്കെ എഴുതി വെക്കും, അല്ലേ? നമ്മുടെ നാട്ടിൽ മാത്രമല്ല, ഇവിടെയും തന്നെ ഓണം വന്നാൽ എന്താ അറിയും? ഓണം ആശംസകൾ, അല്ലേ? വിഷു വന്നാൽ വിഷു ആശംസകൾ, ക്രിസ്മസ് വന്നാൽ ക്രിസ്മസ് ആശംസകൾ, റമളാൻ വന്നാൽ റമളാൻ ആശംസകൾ. എല്ലാവരും കച്ചവടം നമുക്ക് വേണം, എല്ലാവരും നമ്മൾ ആശംസിക്കണം. കണ്ടോ ഈ ഒരു സ്വഭാവം? അത് ക്രിസ്ത്യാനിന്റെ ജൂതന്റെ പരിപാടിയാ. അതുപോലെ ഇവിടെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെയൊക്കെ ബർത്ത്ഡേ കൊണ്ടാടുന്ന ഒരു പരിപാടി ഉണ്ട്. മോള് വന്നിട്ട് പറയാണ്, ഉമ്മ എന്റെ അടുത്തിരിക്കുന്ന ലൈലാമ്മന്റെ ബർത്ത്ഡേ ആയിരുന്നു, ഞങ്ങൾക്കൊക്കെ മിഠായി കിട്ടി. എന്റെ ബർത്ത്ഡേ എന്നമ്മ? മോളെ നിന്റെ ബർത്ത്ഡേ ജനുവരി 7. എന്നാ എനിക്കൊന്നൊരു ഉമ്മ മിഠായി. ഓ ഉപ്പാനോട് പറയാലോ. ഉപ്പാനോട് പറഞ്ഞ് മാത്രല്ല, അടുത്തിരിക്കുന്ന കുട്ടിയുടെ ബർത്ത്ഡേക്ക് അച്ചായന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചിരിക്കുന്നു. അപ്പൊ അബൂബക്കറും ജമീലും പോവുകയാണ് മക്കളെയും കൂട്ടിയിട്ട്. എന്നിട്ട് അവിടെ ബർത്ത്ഡേ പാർട്ടി, അച്ഛൻ വന്നിട്ടുണ്ട്, അവരുടെ കുടുംബങ്ങൾ വന്നിട്ടുണ്ട്. എന്നിട്ട് കേക്ക് മുറിക്കാനായി എല്ലാവരും എണീറ്റിക്കുക. എന്നിട്ട് കേക്ക് മുറിക്കുക. ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ ടു യു, എല്ലാവരും പാട്ടും പാടി കേക്ക് മുറിച്ച്. 8ാമത്തെ ബർത്ത്ഡേ ആണെങ്കിൽ 8 എഴുതിയിട്ടുണ്ടാവും, അത് ഊതിക്കെടുക്കും. എങ്ങനെയുണ്ട്? എന്നിട്ട് പറയാണ്, നമ്മളെ കുട്ടി പറയാണ്, ഉമ്മ ഞമ്മക്കും അങ്ങനെ ഉണ്ടാക്കണ്ടേ? എന്നിട്ട് എല്ലാരും വന്ന എല്ലാരും ഫോട്ടോ, എന്നിട്ട് ബർത്ത്ഡേ ആൽബം, അല്ലേ? ഇതൊക്കെ നമുക്ക് ജൂതന്റെ ക്രിസ്ത്യാനിയും സ്വഭാവമാണ്. ഇസ്ലാമിന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം പോലും കൊണ്ടാടാൻ പാടില്ല എന്ന് പഠിപ്പിച്ച മതമാണ് നമ്മുടെ മതം. പക്ഷെ നമ്മുടെ ആളുകൾക്ക് ബോധ്യമാകുന്നുണ്ടോ? ക്രിസ്ത്യാനി ക്രിസ്മസ് കൊണ്ടാടുന്നു, ക്രിസ്തുവിന്റെ ജന്മദിനാണ്, നമുക്ക് പാടുണ്ടോ? അപ്പൊ ഈ രൂപത്തിൽ നമ്മൾ എന്താണെന്ന് നമുക്കറിയാത്തത് കൊണ്ട് മറ്റു പലരുടെയും ആചാരങ്ങളെ, മറ്റു പലരുടെയും രീതികളെ നമ്മൾ അറിയാതെ ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യും, സിറാത്തുൽ മുസ്തഖീമിൽ നയിക്കണേ, ജൂതന്റെ ക്രിസ്ത്യാനി മാർഗത്തിലേക്ക് ഞങ്ങൾ ചേർക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. ആ പ്രാർത്ഥനയ്ക്ക് എന്താ അർത്ഥമാണുള്ളത് എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കണം.